Hi students, welcome to KTU ഓൺലൈൻ സ്റ്റഡി ആപ്പ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ 2024 സ്കീമിലെ S5 സെമസ്റ്റർ 5ലെ ഒരു കോർ സബ്ജക്റ്റായ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതായത് നമ്മൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലേ, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് എൻഡിൽ എന്ത് നടക്കുന്നു എന്നറിയില്ല, ബട്ട് എല്ലാവരും ഡെയിലി ലൈഫിൽ ജസ്റ്റ് ഗൂഗിൾ യൂസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. എല്ലാവരും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊന്നും അതിൻ്റെ ബാക്ക് എൻഡിൽ എന്താ നടക്കുന്നതെന്നോ അതിലെന്താ കോൺസെപ്റ്റ്, എന്തൊക്കെ ബേസിക് കാര്യങ്ങളുണ്ടെന്നോ ഒന്നും തന്നെ നമുക്കറിയില്ല. സോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ കൂടെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു സെമസ്റ്റർ 5ലെ ഒരു കോർ സബ്ജക്റ്റ്. ഇത് മാത്രമല്ല, നിങ്ങളിനി ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം, ഇപ്പോൾ ഒരു ഗേറ്റ് ആവട്ടെ, അങ്ങനെയുള്ളൊരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനോട്ട് പോകുമ്പോഴും അവിടെ ഈ ഒരു സബ്ജക്റ്റിന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. സോ ഇത് നമുക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക്കിൽ മാത്രമല്ല, ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കാം. ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടോട്ടലി 4 മോഡ്യൂൾസാണ് ഉള്ളത്. ഓക്കെ, ഈച്ച് മോഡ്യൂളും ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ മോഡ്യൂളും ഈ ഒരു പർട്ടിക്കുലർ, ഞാൻ പറഞ്ഞു ഈ ഒരു നെറ്റ്വർക്ക്, ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ളതാണ് അല്ലേ. ബട്ട് ഇതിൽ ഒരു പർട്ടിക്കുലർ ഒരു പ്രോസസ്സ് ഉണ്ടാവും അല്ലേ. ആ ഒരു പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജും, ആ സ്റ്റേജ് എങ്ങനെയാണ്, എന്തൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും അതിൻ്റെ ഒരു എന്താ പറയുക, അതെങ്ങനെ നമ്മുടെ അപ്ലൈ ചെയ്യാമെന്നും എന്നതുമായിരിക്കും ഈ ഓരോ മോഡ്യൂളും എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ടോട്ടലി 4 മോഡ്യൂൾസാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു 4 മോഡ്യൂൾസിൽ ഈ ഒരു ടോട്ടൽ സബ്ജക്റ്റ് ഒരു ആർക്കിടെക്ചർ, അതായത് ഒരു OSA ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു OSA ലെയേർഡ് അപ്രോച്ച് ഉണ്ട്. ആ ഒരു അപ്രോച്ചിനകത്ത് വരുന്ന കുറച്ച് ലെയേഴ്സ് ഉണ്ട്, ഒരു 7 ലെയേഴ്സ് ഉണ്ടാകും. ഈ ഒരു 7 ലെയേഴ്സിൻ്റെ ഓരോ ലെയറും, അതായത് ചില മോഡ്യൂളിൽ 2 ലെയറിനെ പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക, അതെന്താണെന്നും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് ഈ ഓരോ മോഡ്യൂളും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് ഓവർവ്യൂ ഓഫ് ദിസ് മോഡ്യൂൾ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നത് എന്താണ്, ഒരു ബേസിക് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റിയിട്ടും അതിനകത്ത് വരുന്ന എലമെൻസിനെ പറ്റിയിട്ടും അതിനകത്ത് യൂസ് ചെയ്യുന്ന ടോപ്പോളജീസ്, ദെൻ എന്തൊക്കെ കമ്പോണൻസ് വഴിയിട്ടാണ് കണക്ഷൻ നടക്കുന്നത്, ഇതൊക്കെ പറ്റിയിട്ടാണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ആഫ്റ്റർ ഫിനിഷിങ് ദാറ്റ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒരു ആർക്കിടെക്ചർ ബേസ് അല്ലെങ്കിൽ ഒരു ലെയർഡ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഒരു അപ്രോച്ച്, ദാറ്റ് പർട്ടിക്കുലർ ലെയർഡ് ആർക്കിടെക്ചർ, ആ ഒരു ലെയർഡ് അപ്രോച്ചും ആ അപ്രോച്ചിനകത്ത് വരുന്ന ഈച്ച് ലെയറും എന്താണ് ആ ഒരു ലെയർ എന്ന് മാനിക്കും ജസ്റ്റ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ വൺസ് ഫിനിഷ് ദ ഫസ്റ്റ് മോഡ്യൂൾ ഒരു ഹാഫ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു 7 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് 1 ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുക. ആ ഒരു ലെയർ, അതിനകത്ത് വരുന്ന സം കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, ദാറ്റ് ഇസ് നിങ്ങൾ കേട്ടിട്ടുള്ള പേരായിരിക്കും HTTP. ഓക്കെ, ദെൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് FTP, ദെൻ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ, ദാറ്റ്സ് എ മെയിൽ ട്രാൻസ്ഫറിങ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് സം കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, നമ്മുടെ യൂസർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന സംതിങ്. സോ അതിനെ പറ്റിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ നോക്കാൻ പോകുന്നത്. സോ ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂൾ. ഓക്കെ, ദെൻ ഗോയിങ് ടു ദ സെക്കൻഡ് മോഡ്യൂൾ നിങ്ങൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരാളാണ് ട്രാൻസ്പോർട്ട് ലെയർ. ദെൻ സെക്ഷനും ഉണ്ട് ട്രാൻസ്പോർട്ട്. സോ ആ ഒരു മോഡ്യൂൾ ട്രാൻസ്പോർട്ട് ലെയറും ദെൻ സെക്ഷൻ ലെയറിനെ പറ്റിയിട്ട് 2 ലെയേഴ്സ് ആയിരിക്കും ഈ ഒരു മോഡ്യൂളിനകത്ത് നിങ്ങൾ നോക്കാൻ പോകുന്നത്. ദെൻ ആ ഒരു ട്രാൻസ്പോർട്ട് ലെയർ എന്താണെന്നും ആ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിൻ്റെ ബേസിസും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ സം കൈൻഡ് ഓഫ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ആർ ദെയർ. ഓക്കെ, കുറച്ച് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ഉണ്ട്. ആ റൂട്ടിംഗ് പ്രോട്ടോകോൾസിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ബേസിക് കാര്യങ്ങളുമായിരിക്കും നിങ്ങൾ മോഡ്യൂൾ 2 നോക്കാൻ പോകുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് കമ്മിങ് ടു ദ മോഡ്യൂൾ 3 നിങ്ങൾ ഇവിടെ നോക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഡേറ്റ ലിങ്ക് ലെയർ ആയിരിക്കും കേട്ടോ. ഈ ഒരു ഡേറ്റ ലിങ്ക് ലെയറിനകത്തുള്ള കാര്യങ്ങൾ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ദർ ഇസ് സം കൈൻഡ് ഓഫ് നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഒരു അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും. സോ അങ്ങനത്തെ കുറച്ച് IP അഡ്രസ് സംതിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾ മോഡ്യൂൾ 3 നോക്കാൻ പോകുന്നത്. ദെൻ ആഫ്റ്റർ കമ്മിങ് ടു ദ മോഡ്യൂൾ 4 ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ ലെയർ. ഓക്കെ, ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ
നോർമലി നിങ്ങൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ വീട്ടിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടി വി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ടി വിയിൽ നിങ്ങൾക്ക് കാണുന്ന സാധനങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓഡിയോ കാണുന്നുണ്ടാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. സോ ആ ഒരു കോൺസെപ്റ്റ് മീൻസ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വയർ യൂസ് ചെയ്യുന്നുണ്ടാവും, മേ ബി സം അതർ. സോ ദർ ആർ സം കൈൻഡ് ഓഫ് mediums are there. So for the transmission, so what are the different kinds of data transmission, so how they are transmitting the signal classification, so that kind of analog signal, digital signal, how they are transmitting synchronous, asynchronous transmission, then also some other thing like different kinds of transmission medias. Okay, so wired media and wireless media. So how the transmission will happen in ഓരോ മീഡിയത്തിലും എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ഹാപ്പൻ ചെയ്യുന്നത്, അത് ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണ്, ഏത് സിറ്റുവേഷനിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ എന്തെന്ന് പറയുന്നത് മോഡ്യൂൾ 4 പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു 2024 സ്കീമിൽ കുറച്ച്, അതായത് നിങ്ങൾ ഓൾറെഡി 2022 ആവട്ടെ 2019 ആവട്ടെ 2019 ആവട്ടെ, അവിടുത്തെ സ്കീമുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നിങ്ങളുടെ മോഡ്യൂൾ സ്ട്രക്ചർ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ്. സാധാരണഗതിയിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു OSA എല്ലാം മീൻസ് എല്ലാ മോഡ്യൂളും ഏതൊരു സ്കീം എടുത്താലും അവരെല്ലാം ഫോളോ ചെയ്യുന്നത് ഒരേ കാര്യമാണ്. അതായത് ഒരു ആർക്കിടെക്ചർ, ആ ആർക്കിടെക്ചറിനത് വരുന്ന ഒരു ലെയേഴ്സ്, ആ ഓരോ ലെയറാണ് ഓരോ മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ലാസ്റ്റ് ലെയർ, 7th ലെയറിന് നിങ്ങളുടെ OSA ആർക്കിടെക്ചറിലെ മോഡലിൻ്റെ ലാസ്റ്റ് ലെയറിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ദെൻ അങ്ങനെയാണ് വരുന്നത്. സാധാരണ 2019 ആവട്ടെ അല്ലെങ്കിൽ 2022 ആവട്ടെ, അത് തിരിച്ചാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്. ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ ലെയർ, ദെൻ ഡേറ്റ ലിങ്ക് ലെയർ, ദെൻ നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ദ ഫൈനലി കം ടു ദ ആപ്ലിക്കേഷൻ ലെയർ. സോ ദർ ഇസ് എ റിവേഴ്സ് ഇൻ യുവർ മോഡ്യൂൾ. ദെൻ and the module structure and also for the question, that means the content also some difference are there. Okay, ഇനി നമുക്ക് മോഡ്യൂൾ 1. ഓക്കെ, ഈ ഒരു മോഡ്യൂൾ 1-നകത്ത് ഞാൻ ഓൾറെഡി ഇനിഷ്യലി ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നതെന്ന്. ബേസിക്കായിട്ട് നിങ്ങൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു നെറ്റ്വർക്ക്, അതായത് എന്താണ് വാട്ട് ഈസ്. ഓക്കെ, ദെൻ ആ ഒരു നെറ്റ്വർക്കിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇൻ്റർനെറ്റിലോട്ട് എത്തുക. ഫസ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് എന്താണെന്നും നെറ്റ്വർക്കിനകത്തുള്ള കമ്പോണൻസ് എന്താണെന്നും, ദെൻ ആ ഒരു നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് ടോപ്പോളജീസ് എന്താണ്, എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നു, ദെൻ ഫൈനലി വി കം ടു ദ ഇൻ്റർനെറ്റ്. ഓക്കെ, ദെൻ വൺസ് കംപ്ലീറ്റഡ് ദ ഇൻ്റർനെറ്റ്, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫുൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഒരു സെൻഡർ, അതായത് ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അറിയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ദർ ഇസ് എ കൺവേയിങ് സംതിങ് റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു A എന്ന് പറയുന്ന ഒരു പേഴ്സൺ B എന്നൊരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ സംതിങ്, ഓക്കെ, ദർ ഇസ് എ മീഡിയ ഈസ് ദെയർ. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, സെറ്റ് ഓഫ് സ്റ്റെപ്പുകളുണ്ട്. അതെന്താണെന്നും അതിൻ്റെ ആ ഒരു ടോട്ടൽ ആർക്കിടെക്ചർ, ദർ ഇസ് എ ലെയർഡ് അവർ ആർക്കിടെക്ചർ. ദെൻ അതിനകത്തുള്ള ലെയറായ ആപ്ലിക്കേഷൻ ലെയർ, ദെൻ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും. ക്ലിയർ? സോ ഇതായിരിക്കും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് പോകാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മുടെ പ്രീവിയസ്, അതായത് നിങ്ങൾ ഇതിന് മുന്നേ, അതായത് 2019-ഉം 2022-ലും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, വാട്ട് ആർ ദ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പർട്ടിക്കുലർ ലെക്ചർ ടുഡേ. ഓക്കെ, അതാണ് ഇതിൽ പാർട്ട് A ആയിട്ടും ഞാൻ പാർട്ട് B ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ഫുൾ ആ ഒരു ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഞാൻ ഓരോ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസില്ലേ, ഈ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കൊരു എക്സാമിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാനും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈസി ആയിരിക്കും. ക്ലിയർ? ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് തുടങ്ങാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നു എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അല്ല, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് നെറ്റ്വർക്ക് എന്നാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്തിനാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ദ ബേസിക് ഫണ്ടമെൻ്റൽ ഫങ്ഷനാലിറ്റി ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തിനാണ്? കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എ എക്സ്ചേഞ്ച്. ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ ബിറ്റ്വീൻ
two devices or ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു പേഴ്സണും ഒരു വേറൊരു പേഴ്സണും, ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ഹാപ്പനിങ് ബിറ്റ്വീൻ ടു പേഴ്സൺ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ, അതായത് ഒരു നെറ്റ്വർക്കിൻ്റെ കാര്യം, കമ്പ്യൂട്ടർ, അപ്പോൾ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ, ഓക്കെ, ദർ ഇസ് എ ഡിഫറെൻറ്റ് സ്റ്റേഷൻസ്, ഹൗ ദ ടു സ്റ്റേഷൻസ് ആർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. Okay, so that's actually we are discussing. Okay, so the data communication എന്ന് പറയുന്നത് an exchanging of data. So that exchanging data, നമുക്കൊരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം, അത് വെറുതെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ത്രൂ എ മീഡിയം. ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് വയർ കേബിൾ. Maybe the medium may be a wire or maybe a wireless. Okay, the communication is the process of exchanging data, so through via a particular medium, that is known as communication. Clear? Then അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷനിൽ വേണ്ടുന്നുള്ള മെയിൻ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡെലിവറി. അതായത് ഇപ്പോൾ ഒരു സ്റ്റേഷൻ വേറൊരു സ്റ്റേഷനിലോട്ട് ഡേറ്റ പാസ് ചെയ്യാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണോ ആ ഡേറ്റ എത്തിച്ചേരേണ്ടത് അവർക്ക് തന്നെ ആയിരിക്കണം എത്തിച്ചേരേണ്ടത്. സോ ദർ ഇസ് എ ഡെലിവറി, കറക്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിച്ചേരണം. ദെൻ അടുത്ത് പറയുന്നത് ആക്യുറസി. നമ്മൾ ഡേറ്റ ഉറപ്പായിട്ടും ആക്യുറേറ്റ് ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഇപ്പം ഞാനൊരു മെസ്സേജ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് പറയുമ്പോൾ തിരിച്ച് അയാൾക്ക് കിട്ടേണ്ടത് ഹായ് തന്നെയാണ്. അതിന് പകരം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹായ്ക്ക് പകരം ഹായ്, ബട്ട് ഇറ്റ്സ് നോട്ട് എൻ എ ക്ലിയർ വേ. അതിന് പകരമായിട്ട് അവിടെ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു എറർ, അഡീഷണൽ ആയിട്ട് എറർ ആടുകയോ വേറെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോപ്പർ ആവത്തില്ല അല്ലേ. സോ നല്ല ആക്യുറേറ്റ് ആയിട്ട് എന്താണോ സെൻഡ് ചെയ്യുന്നത് ആ ഡേറ്റ തന്നെയായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഡെസ്റ്റിനേഷൻ എത്തിച്ചേരേണ്ടത്. ദാറ്റ് ഈസ് നോൺ ആസ് ആക്യുറസി. ദെൻ ടൈംലെസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എ എന്ന് പറയുന്ന സെൻറ്റർ, ബി എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിലോട്ട് ഡേറ്റ സെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 1 hour എടുത്ത് 2 hour എടുത്ത് ഒരു കുഞ്ഞു മെസ്സേജ് ആയിരിക്കും. ദെൻ അത്രയും ടൈം എടുത്താൽ അതിനെന്തെങ്കിലും ഒരു വാലിഡിറ്റി ഉണ്ടോ, ഇല്ല അല്ലേ. സോ അവിടെ നമുക്ക് വേണ്ടത് വിത്തിൻ എ ടൈം ഫ്രെയിം നമ്മൾ ഡേറ്റ എന്ത് ചെയ്യണം, ഡെലിവറി ചെയ്തിരിക്കണം. ദാറ്റ് ഇസ് എ ടൈം ലൈനസ്. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് ജിറ്റർ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഇപ്പോൾ അറൈവൽ ടൈമിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് ആരെന്ന് പറയുന്നത്, ജിറ്റർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 4 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ? ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞത് തന്നെയാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ need to send a data to B. Who, ആരാണോ സെൻഡ് ചെയ്തത് അയാളെ നമ്മൾ സെൻഡർ എന്ന് വിളിക്കുന്നു. ഇനി ആർക്കാണോ ആ ഡേറ്റ എത്തിച്ചേർന്നത് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, റിസീവർ. ക്ലിയർ? ഞാൻ എന്താണോ അവിടെ കൂടെ സെൻഡ് ചെയ്തത്, എന്താണോ ഞാനിവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ദാറ്റ്സ് അവർ മെസ്സേജ്. സോ ആ ഒരു മെസ്സേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തത് ഒരു മീഡിയത്തിൽ കൂടെ ആവില്ലേ. സോ ഒരു പർട്ടിക്കുലർ ഒരു ട്രാൻസ്മിഷൻ ചെയ്യാനായിട്ട് ഒരു വേ ഉണ്ടാകും, ഒരു മീഡിയം ഉണ്ടാകും. സോ ദാറ്റ്സ് അവർ മീഡിയം. ദെൻ ഞാൻ പറഞ്ഞു വെറുതെ എനിക്ക് അങ്ങ് ഡേറ്റ സെൻഡ് ചെയ്യല, വിത്തിൻ എ ടൈം ഫ്രെയിം കുറച്ച് കാര്യങ്ങളും കണ്ടീഷൻസും ഒക്കെ സ്റ്റാറ്റിഫൈ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യേണ്ടത്. ആ ഒരു സ്റ്റാറ്റിഫൈ ചെയ്ത ആ ഒരു കണ്ടീഷൻ അതിനെ നമ്മൾ പറയുന്നതാണ് സെറ്റ് ഓഫ് റൂൾസ്. ആ റൂൾസിനെ നമുക്ക് പ്രോട്ടോകോൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രോട്ടോകോൾ. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് റൂൾസ്. അപ്പം നമ്മുടെ 5 ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ 5 കമ്പോണൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ദ സെൻറ്റർ, ദ സെക്കൻഡ് വൺ ഈസ് എ റിസീവർ, ദ തേർഡ് വൺ ഈസ് എ മെസ്സേജ്, ദെൻ ദ ഫോർത്ത് വൺ ഈസ് എ മീഡിയം ആൻഡ് എ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ്. ക്ലിയർ? സോ ദീസ് ആർ ദ 5 കമ്പോണൻസ് ഓഫ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡേറ്റയാണ്, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് മീൻസ് ഡേറ്റ, റൈറ്റ്? സോ ആ കളക്ഷൻ ഓഫ് ഡേറ്റേനെയാണ് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് പറയുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡേറ്റ, ഹൗ വി ആർ റെപ്രസെൻറ്റിംഗ് ദ ഡേറ്റ. സോ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയിൻലി നമ്മൾ ഡേറ്റ എന്തൊക്കെയായിരിക്കും, ഇമേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവാം, ഓഡിയോ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, അല്ലേ? ദർ ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡേറ്റ വി ആർ ട്രൈങ് ടു ട്രാൻസ്മിറ്റിംഗ്, റൈറ്റ്? സോ ഹിയർ അതെങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഫോർ ദ ട്രാൻസ്മിഷൻ ടൈം. സോ ബേസിക്കലി ദ ഫസ്റ്റ് വൺ ഈസ് എ ടെസ്റ്റ്. സോ ഇതിനെ നമ്മളൊരു 32-bit ക്യാരക്ടർ ആസ്കി കോഡായിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ഇറ്റ്സ് എ ഇമേജ്, ഇതൊരു പിക്സലായിരിക്കും. ഓക്കെ, പിക്സലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഓഡിയോ ആണെങ്കിൽ
ഇറ്റ്സ് എ ബ്രോഡ്കാസ്റ്റിംഗ് റെക്കോർഡ് ഓർ ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് മ്യൂസിക് ആയിരിക്കും. ദെൻ വീഡിയോ ആണെങ്കിലും സെയിം, ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഓഫ് പിക്ചർ or movie. So that's a video. The last is a number. So these are the different kinds of data. So for that communication they will be represented like this. Okay, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് എന്തുണ്ടാവും, 3 ടേം ഇതുണ്ടാവില്ലേ, അതായത് നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ആ ഇവാലുവേഷനിൽ നിങ്ങൾക്ക് മോഡ്യൂൾ 1 നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഞാൻ പാർട്ട് എയിലും പാർട്ട് ബിയിലുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വാട്ട് ആർ ദ ഡിഫറൻറ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ പറയാവുന്നതാണ് ദർ ആർ 3 മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എത്ര മോഡ്സ് ഉണ്ട്? 3 മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് സിംപ്ലക്സ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലക്സ്. ദെൻ ഹാഫ് ഡ്യൂപ്ലക്സ്, ദെൻ ഫുൾ ഡ്യൂപ്ലക്സ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതിന് മുന്നേ, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ പറയുകയാണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കറക്റ്റായിട്ട്, അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ആവട്ടെ അല്ല നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആ ഒരു ടൈമിലുള്ള എക്സാമിനും ആവട്ടെ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ട് തന്നെയായിരിക്കണം പോകേണ്ടത്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് എന്തൊക്കെയാണ്? സോ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറയുന്നത് ദർ ആർ 3 മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് എ സിംപ്ലക്സ്, ദെൻ ഹാഫ് ഡ്യൂപ്ലക്സ്, ദെൻ ഫുൾ ഡ്യൂപ്ലക്സ്. ഓക്കെ, ഈ പേര് തന്നെയുണ്ട് അതിൻ്റെ മീനിങ്ങും നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്നും പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംപ്ലക്സ്. എന്താണ് സിംപ്ലക്സ് എന്ന് പറയുന്നത്? നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഈ ഒരു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ, യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ഒരു നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് മാത്രമായിരിക്കണമെന്നില്ല, നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ നിങ്ങൾക്ക് എക്സാം വരില്ലേ, സീരിയസ് എക്സാം, അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയതാണ്. ദ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ദാറ്റ്, മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് വേറൊന്നുമില്ല, ഡേറ്റേൻ്റെ ഫ്ലോയിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏത് ഡയറക്ഷനിലോട്ടാണ് ഡേറ്റ പോകുന്നത്. ഇവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അത് മോഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ബേസിക് എന്ന് പറയുന്നത് ഡേറ്റേൻ്റെ ഫ്ലോ ആണ്. ഇത് ഫ്ലോ ചെയ്യുന്നത് ഫ്രം സെൻഡർ ടു റിസീവർ ആൻഡ് റിസീവർ ബാക്ക് ടു സെൻറ്റർ ആണ് അല്ലേ. സോ ആ ഒരു ഡയറക്ഷനും അത് ഏത് സമയത്താണ്, അത് ഒരുമിച്ചാണോ നടക്കുന്നത്, അല്ല സെപ്പറേറ്റ് ടൈമിലാണോ നടക്കുന്നത്, അല്ല വൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണോ നടക്കുന്നത്, ഇത് മൂന്നുമാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനകത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആദ്യത്തെ ആളെന്ന് പറയുന്നത് സിംപ്ലക്സ്. അതായത് ഇറ്റ് ഇസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. അതായത് ജസ്റ്റ് ആ ഒരു സെൻറ്റർ ജസ്റ്റ് സെൻഡ് ടു ദ റിസീവർ, ജസ്റ്റ് റിസീവർ അവിടെ നിന്ന് തിരിച്ച് ഒരു റെസ്പോൺസും അയക്കാൻ പറ്റില്ല. ജസ്റ്റ് സെൻഡർ എന്ത് ചെയ്യുന്നു, ഡേറ്റ നമുക്ക് തരുന്നു, ജസ്റ്റ് നമുക്കത് കാണാം, നമുക്കതിൽ നിന്ന് നമുക്കത് റീഡ് ചെയ്യാം. സോ അത് മാത്രമേ ഉള്ളൂ. ദെൻ തിരിച്ച് റിസീവറിലോട്ട് ഡേറ്റ തിരിച്ച് സെൻഡ് ബാക്ക് ചെയ്യുന്നില്ല. അതിനെയാണ് സിംപ്ലക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ TV കാണുന്നത് ഇല്ലേ, നമ്മൾ ജസ്റ്റ് പോയി ഒരു TV കാണുക എന്ന് പറയുന്നത് വെറുതെ TV കാണുന്നതല്ല അല്ലേ, ജസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് വീഡിയോ ആൻഡ് പിക്ചേഴ്സ് അല്ലേ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സെർവർ ഉണ്ടാവും, ആ ഒരു ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടെ നിന്ന് ഡേറ്റ എന്ത് ചെയ്യുന്നു, നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് തരുന്നു. ദർ ഇസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് സിംപ്ലക്സ്. രണ്ടാമത്തതാണ് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് ഹാഫ് ഡ്യൂപ്ലക്സ്? ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്, ഇപ്പം the sender can send the data to the receiver can send back the response to the then response or maybe something data back to the sender, but the processing is not happening in the same time. ഇപ്പോൾ സെൻഡർ റിസീവറിന് ഒരു ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ അതേ സമയത്തായിരിക്കത്തില്ല റിസീവർ എന്ത് ചെയ്യുന്നത്, റിസീവർ തിരിച്ച് സെൻഡറിന് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബോത്ത് ആർ ഹാപ്പൻ ഇൻ ദ ഡിഫറെൻറ്റ് ടൈം. അതായത് സെൻഡർ സെൻഡ് ചെയ്ത്
തീർന്നതിന് ശേഷം മാത്രമേ റിസീവറിന് തിരിച്ചിങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ 2 times. ഓക്കെ, ദെൻ ആൾസോ ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ കാണുന്ന വോക്കി ടോക്കി. അതായത് നമ്മുടെ പോലീസ് അവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഒരു വോക്കി ടോക്കി കണ്ടിട്ടില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റേഡിയോ പോലെ സംസാരിക്കുന്നത്. ലൈക്ക് one person is talking, there is no comment. ഓക്കെ, ആഫ്റ്റർ വൺസ് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ആയിരിക്കും അടുത്ത ചാനലിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അതാണ് നമ്മൾ നോക്കിയ ഹാഫ് ഡ്യൂപ്ലക്സ്. ദെൻ അടുത്തതാണ് എന്തെന്ന് പറയുന്നത് ഫുൾ ഡ്യൂപ്ലക്സ്. ആ ഒരു ഫിഗർ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതായത് സ്റ്റേഷൻ എ സെൻഡ് ടു എ മെസ്സേജ് ഓർ മേ ബി എ ഡേറ്റ ടു ദ സ്റ്റേഷൻ ബി. ഓക്കെ, ദ സെയിം ടൈം ദ ഡേറ്റ വിൽ ബി സെൻഡ് ബാക്ക്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടും അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡേറ്റ സെൻഡ് ബാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെയാണ് ഫുൾ ഡ്യൂപ്ലക്സ്. നമ്മൾ സാധാരണ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കില്ലേ, സോ ദർ ഇസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ. ഓക്കെ, വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയക്കുന്നു, ദ സെയിം ടൈം വി ക്യാൻ ഗെറ്റ് ദ റെസ്പോൺസ് ഫ്രം സം അതർ, റൈറ്റ്? അതർവൈസ് വേറെ ആർക്കെങ്കിലും മെസ്സേജ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് അയക്കാൻ സാധിക്കും. ദാറ്റ് ഇസ് നോൺ ആസ് ഫുൾ ഡ്യൂപ്ലക്സ്. ഓക്കെ, സോ ദ കമ്മ്യൂണിക്കേഷൻ നമുക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് ദ ഡേറ്റ ആൻഡ് ദ ടൈം. ഓക്കെ, എപ്പോഴാണ് നടക്കുന്നത്, എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഏത് ഡയറക്ഷനിലോട്ടാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഈ 2 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, കമ്മ്യൂണിക്കേഷനെ, മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ദെൻ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി നമ്മൾ പോകാൻ പോകുന്ന കോൺസെപ്റ്റാണ് നെറ്റ്വർക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമ്മൾ സാധാരണ എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു അല്ലേ? ഇതുവരെ നമ്മൾ എന്താ കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന കോൺസെപ്റ്റാണ് നെറ്റ്വർക്ക്. അതായത് നമ്മൾ നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്ത് വഴിയിട്ടാണ്, ഒരു ഫിസിക്കൽ ലിങ്ക് വഴിയിട്ട്. അപ്പം ദ സെറ്റ് ഓഫ് നോഡ്സ് ആർ ഇന്റർകണക്റ്റഡ് ടു ഈച്ച് അതർ വയ ഫിസിക്കൽ ലിങ്ക്, ദാറ്റ് ഈസ് നോൺ ആസ് നെറ്റ്വർക്ക്. നമ്മൾ നോർമലി കാണുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്, നമ്മൾ ഇവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഷെയറിംഗ് ഓഫ് ഡേറ്റ ഓർ സെക്യൂരിറ്റി റോബസ്റ്റ്നെസ്, ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ചൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അല്ലേ? അവിടെ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വൈഫൈ മോഡം ഉണ്ടാവും അല്ലേ? ഒരു വൈഫൈ മോഡം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവും, പലതരത്തിലുള്ള ഡിഫറെൻറ്റ് കേബിൾസ് അതോറിറ്റി ആയിരിക്കും നിങ്ങൾക്ക് അത് തന്നിട്ടുണ്ടാവുക. അതിനകത്ത് നിങ്ങൾ മെയിനായിട്ട് ചോദിക്കുന്നതാണ് എത്ര Mbps/s ആണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു. മേ ബി ഇപ്പം നിങ്ങളൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്ര ഡേറ്റ ട്രാൻസ്ഫർ, ഇത്ര ബൈറ്റ് ഓഫ് ഡേറ്റ, അല്ലെങ്കിൽ ഇത്ര കിലോബൈറ്റ് ഓഫ് ഡേറ്റ, അല്ലെങ്കിൽ ഇത്ര MB ഓഫ് ഡേറ്റ, അല്ലെങ്കിൽ ഇത്ര GB ഓഫ് ഡേറ്റ ഈസ് ട്രാൻസ്ഫർ ഓർ ഡൗൺലോഡഡ് എന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ദർ ഇസ് സം കൈൻഡ് ഓഫ് ക്രൈറ്റീരിയ. സോ ഫസ്റ്റ് തിങ് ഈസ് ദ പെർഫോമൻസ്. അതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അല്ലേ? അതിനെടുക്കുന്ന ഡിലേ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്രമാത്രം ഡേറ്റയാണ് ട്രാൻസ്ഫർ ചെയ്തത്, ത്രൂ പുട്ട്, ദെൻ എത്ര ടൈം എടുത്തിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ദ റെസ്പോൺസ് ടൈം, ട്രാൻസ്മിഷൻ ടൈം, ഇത് എല്ലാം വരുന്നതാണ് ആർക്ക് താഴെ, പെർഫോമൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് നെറ്റ്വർക്ക് ക്രൈറ്റീരിയ എന്തായിരുന്നു, പെർഫോമൻസ്. രണ്ടെന്ന് പറയുന്നത് റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഞാൻ കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു നെറ്റിന്, ഒരു സ്റ്റേഷന് ബിയിലോട്ടൊരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ ദർ ഇസ് എ ലിങ്ക്, എ ടു എന്ന് ഡയറക്റ്റ് ആയിട്ടൊരു ലിങ്ക് ഉണ്ട്. ദെൻ എന്ന് ദർ ഇസ് എ സി എന്ന് വിചാരിക്കുക ഈ സ്റ്റേഷൻ. ദെൻ എന്ന് സിയിലോട്ട് പോയിട്ട് ബിയിലോട്ട് കണക്ട് ചെയ്യാൻ തരാം ഡിഫറെൻറ്റ് 2 പാത്ത് ഉണ്ട് അല്ലേ? സോ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ആ ഒരു കണക്ഷൻ ഫെയിൽ ആയെന്ന് വിചാരിക്കാം. ദെൻ എന്നാലും ആ ഒരു നെറ്റ്വർക്കിന് തിരിച്ച് എന്ത് ചെയ്യണം, മീൻസ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യാൻ സാധിക്കണം. സോ റിലയബിലിറ്റി. ഓക്കെ, ഒരു നെറ്റ്വർക്ക് ഫെയിൽ ആയാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിലയബിലിറ്റി. ദെൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനൊരു കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ്, ഐ ആം ദ പേഴ്സൺ ഹിയർ, സോ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ. സോ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ദർ ഇസ് എ പ്രൈവസി ഈസ് ദെയർ. ആൻഡ് ഞാനൊരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്തേണ്ട ഒരു ആൾക്ക് മാത്രമായിരിക്കണം എത്തേണ്ടത്. ദർ ഇസ് സം കൈൻഡ് ഓഫ് പ്രൈവസി ഈസ് ദെയർ ആൻഡ് സെക്യൂരിറ്റി ഈസ് ദെയർ. അതെല്ലാം ഈ ഒരു നെറ്റ്വർക്ക് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. സോ അപ്പോൾ ദർ ആർ
three main network criteria. There are some others are there. This is a very important criteria, okay, performance. അതായത് നമ്മൾ ട്രാൻസ്മിഷൻ ടൈം, റെസ്പോൺസ് ടൈം, എത്ര ടൈം, ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ലൈനിൽ എത്രമാത്രം ഡേറ്റയാണ് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദെൻ എത്ര ഡിലേ എടുക്കുന്നു, ഇതൊക്കെ പെർഫോമൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ദെൻ റിലയബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോകാം. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെ അടുത്തൊരു, അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ പറ്റിയ, അതായത് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ച് ടോപ്പോളജീസ് അല്ലെങ്കിൽ നമ്മൾ ആർക്കിടെക്ചറൊക്കെ പഠിക്കും, അവിടത്തേക്ക് തമ്മിലുള്ള കണക്ഷൻ ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയ മോഡ്സിനകത്ത് പറഞ്ഞത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻറ്റ് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻ ഇൻ എ നെറ്റ്വർക്ക്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സോ നോഡ്സുകൾ തമ്മിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു, ഇതിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാമല്ലോ. നമുക്ക് മെയിനായിട്ട് രണ്ട് കണക്ഷൻ, അതായത് പോയിൻറ്റ് ടു പോയിൻ്റ് കണക്ഷൻ അല്ലെങ്കിൽ മൾട്ടി പോയിൻ്റ് കണക്ഷൻ. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലെ കണക്ഷൻ പറയാം. വാട്ട് ആർ ദേ? പോയിൻറ്റ് ടു പോയിൻ്റ് കണക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഒരു മൾട്ടി പോയിൻ്റ് കണക്ഷൻ പറയാം. ഓക്കെ, ആദ്യത്തേത് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? പോയിൻറ്റ് ടു പോയിൻ്റ് കണക്ഷൻ. എനിക്ക് ഈ ഒരു ഫിഗർ നോക്കുക. നമ്മുടെ കയ്യിൽ ഒരു സ്റ്റേഷൻ, ദാറ്റ്സ് എ നോഡ്, ദർ ഇസ് അനദർ ഓൺ സ്റ്റേഷൻ that is directly connecting by a single line, right? So that is known as point to point. എന്തായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എന്താന്ന്? അതായത് ഒരു സ്റ്റേഷനും മറ്റൊരു സ്റ്റേഷനും ഡയറക്ട്ലി കണക്റ്റിംഗ് വിത്ത് എ സിംഗിൾ ലൈൻ, ദാറ്റ് ഈസ് നോൺ ആസ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ. ക്ലിയർ? ദെൻ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ, മൾട്ടി പോയിൻ്റ് ആണ്. അതായത് നിങ്ങൾക്കൊരു കോമൺ ലിങ്ക് ഉണ്ട്, ബട്ട് മൾട്ടിപ്പിൾ നോഡ്സ് ആർ കണക്റ്റിംഗ് ടു ദ ലിങ്ക്, റൈറ്റ്? സോ ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടി പോയിൻ്റ്. ക്ലിയർ? എന്താ ഇവിടെ പറഞ്ഞത്? രണ്ട് നമ്മൾ ഡിഫറൻസ് നോക്കിക്കേ. വൺ നോഡ് ഈസ് കണക്റ്റിംഗ് ടു അതർ നോഡ് ത്രൂ എ കോമൺ, നോട്ട് എ കോമൺ, സോറി, സിംഗിൾ ലൈൻ. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പോയിന്റ് ടു പോയിന്റ് എന്ന് വിളിച്ചു. ഇവിടെ രണ്ടാമത്തെ മൾട്ടി പോയിന്റ് എന്ന് പറയുന്നത് എന്താ ചെയ്തിരിക്കുന്നത്? അതായത് നമുക്കൊരു കോമൺ ചാനൽ ഉണ്ടാവും, ഈ ചാനലിലോട്ട് ഡിഫറെൻറ്റ് നോട്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും? കണക്ട് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ഷെയറിങ് എ കോമൺ ചാനൽ ഫോർ മൾട്ടിപ്പിൾ nodes or multiple station or multiple systems. So that is known as multi-point connection. മനസ്സിലായോ? അപ്പം ഈ ഒരു ടോപ്പിക്, അതായത് ഇവിടെ നിന്ന് എന്താ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കണക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് കണക്ഷൻ. സോ അപ്പം നിങ്ങൾ എന്തായിരിക്കണം ഉത്തരം എഴുതേണ്ടത്? ദർ ആർ ടു types of connection. One is point to point connection and multi point connection. You need to draw this figure also. Okay, this figure is very important. Okay, അടുത്ത ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ദിസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓർ ടോപ്പോളജി. എന്താ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടോപ്പ് ഓർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കണക്ഷൻ. അതായത് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഡേറ്റേൻ്റെ ട്രാൻസ്മിഷൻ, മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആയിരുന്നു. ഇവിടെ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കണക്ഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ട്രാൻസ്മിഷൻ, ഡേറ്റേൻ്റെ ട്രാൻസ്മിഷൻ്റെ മോഡിനെ പറഞ്ഞുവെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കണക്ഷൻ, അതായത് നോഡുകൾ തമ്മിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം ഇൻ എ നെറ്റ്വർക്ക്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദ ടേം topology refers the way, okay, this term is very important, the way in which a network laid out physically. എങ്ങനെയാണ് ആ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോപ്പോളജി. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റെ? ടോപ്പോളജി. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റിയതും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇത്. ബിക്കോസ് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനൊരു ഡയഗ്രാമാറ്റിക് ആയിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആൻഡ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഇത്രയായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടോപ്പോളജി ഉണ്ട്. ആ ഓരോ ടോപ്പോളജി എന്താണെന്ന് മെൻഷൻ ചെയ്യാം. അതിന് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടോപ്പോളജി എന്താണ്, അതിൻ്റെ കണ്ടൻറ്റ് എഴുതാം. ദെൻ ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഫിഗർ ഡയറക്റ്റായിട്ട് വരയ്ക്കാം. ദെൻ അത് വെച്ചിട്ട് അതിനകത്ത് വരുന്ന
അതിന് എല്ലാത്തിനും ഒരു എന്ത് കാര്യത്തിനും ഒരു നല്ലൊരു കാര്യം ഉണ്ടാവും, അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവും അല്ലേ. സോ എവിടെ സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ നമുക്ക് ചില സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചില സ്ഥലങ്ങളിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതെന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്യുക. സോ ദാറ്റ്സ് എ കോൺസെപ്റ്റ്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ടോപ്പോളജി പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്, എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കണക്ഷൻ ഇപ്പോൾ രണ്ടിൽ കൂടുതലോ ആയിട്ടുള്ള ഒരു ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ആ കണക്ട് ചെയ്യുന്നത് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നുണ്ടാവും അല്ലേ. ആ ലിങ്ക് വഴി നമുക്ക് എന്ത് ഫോം ചെയ്യുന്നു, ടോപ്പോളജി ഫോം ചെയ്യുന്നു. രണ്ടിൽ കൂടുതലോ ആയിട്ടുള്ള നോഡുകൾ ലിങ്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാവുന്നു, ഒരു ടോപ്പോളജി അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ടോപ്പോളജീനെ നമുക്ക് ഒരു ജിയോമെട്രിക്കൽ റിലേഷൻഷിപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ ലിങ്ക്സ് ആൻഡ് കണക്ഷൻസ്. ക്ലിയർ? ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കാറ്റഗറീസ് എന്ന് നോക്കിയാലോ. മെയിൻലി നമുക്ക് 4-5 ഉണ്ട്, ബട്ട് ഇവിടെ നിങ്ങൾ നോക്കാൻ പോകുന്നത് 4 കാറ്റഗറീസ് ആണ്. എന്തൊക്കെയാണ് കാറ്റഗറീസ്? ഫസ്റ്റ് വൺ ഈസ് എ മെഷ് ടോപ്പോളജി, the second one is a star topology, then it is a bus, the last one is ring. Clear? These are the 4 categories of ടോപ്പോളജി, നെറ്റ്വർക്ക് ടോപ്പോളജി. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെന്ന് പറയുന്നത് മെഷ്. പേരിൽ തന്നെയുണ്ട് കാര്യം എന്താണ്, ഭയങ്കര മെഷായിട്ട് കിടക്കുന്നു. നിങ്ങൾ പറയാറുണ്ട്, അയ്യോ ഇതെല്ലാം കൂടെ ഇങ്ങോട്ടും കണക്റ്റഡ് ആയി കിടക്കുകയാണല്ലോ, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, തന്നെയാണ് കാര്യം. അതായത് ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് മനസ്സിലാവും. ഇത് ജസ്റ്റ് വിചാരിക്കുക, ഇതൊരു കഫേ ആയിട്ട് മനസ്സിൽ വിചാരിക്കുക, ഒരു നെറ്റ്വർക്ക് കഫേ. അവിടെയുള്ള ഓരോരോ ഡിവൈസാണെന്ന് വിചാരിക്കുക. ഈ എല്ലാ ഡിവൈസും തമ്മിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഡിവൈസ് ബി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എ എന്ന് പറയുന്ന ഡിവൈസ് അടുത്ത ഡിവൈസായിട്ട് കണക്ട് ചെയ്തു, അടുത്ത ഡിവൈസായിട്ട് കണക്ട് ചെയ്തു. സോ ഇവിടുത്തെ കണക്ഷൻ ശ്രദ്ധിച്ചേ, വൺ നോഡ് ഈസ് കണക്റ്റിംഗ് ടു അനദർ ഡിവൈസ്. അപ്പം ഒന്നിൽ നിന്ന് ഒന്നിലോട്ട്, അവിടെ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്, പോയിന്റ് ടു പോയിന്റ്. അപ്പോൾ ഈച്ച് ഡിവൈസും ബാക്കിയുള്ള ഡിവൈസുമായിട്ട് ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷനാണ് അവിടെ ഉള്ളത്. ദാറ്റ്സ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി അവർ 2 ഡിവൈസുകൾ, ഒരു കണക്ഷൻ ആർക്ക് തമ്മിലായിരുന്നു, 2. അപ്പോൾ അവിടുത്തെ ട്രാഫിക് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ഇറ്റ് ഷുഡ് ബി ക്യാരി ബിറ്റ്വീൻ 2 നോഡ്സ് അല്ലെങ്കിൽ 2 ഡിവൈസസ്. ക്ലിയർ? ഇതിനകത്തുള്ള എല്ലാ നോഡുകളും ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷനിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ വരച്ചതിനകത്ത് എല്ലാ നോഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടില്ല. സോ അത് നമ്മൾ കംപ്ലീറ്റഡ് അല്ല, ബട്ട് എല്ലാ നോഡും ബാക്കി എല്ലാ നോഡുകളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫുള്ളി കണക്റ്റഡ് മെഷ്. എന്തെന്നാ പറയാം, ഫുള്ളി കണക്റ്റഡ് മെഷ്. സോ അവിടെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ഇവിടെ ഉണ്ടാവുന്ന ഹൗ മെനി നമ്പേഴ്സ് ഓഫ് നോഡ്സ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ നെറ്റ്വർക്ക്, അതിനെ നമുക്ക് n എന്ന് വിളിക്കാം. എന്തെന്ന് വിളിച്ചത്, n. സോ ദാറ്റ് n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 2 നമ്പേഴ്സ് ഓഫ് ലിങ്ക് അവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള n എത്രയുണ്ട്, 4 അല്ലേ. 4 നോഡ്സുകളുണ്ട്. 4 ഇൻറ്റു 4-1 ദാറ്റ് ഈസ് 3 ബൈ 2 that is 12 by 2 that is 6, right? So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, there are 6 connections are there, right? സോ ഒരു നെറ്റ്വർക്ക്, അതായത് ഒരു മെഷ് ടോപ്പോളജിയാണ്. ആ ഒരു ടോപ്പോളജി ഫുള്ളി കണക്റ്റഡ് മെഷ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനകത്ത് n നോഡ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 2 നമ്പേഴ്സ് ഓഫ് ലിങ്കുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഈസി, റൈറ്റ്? ബിക്കോസ് എവറി നോഡ് ഈസ് കണക്റ്റിംഗ് ടു അതർ നോഡ്സ്. സോ എക്ക് ബീനെ പറ്റിയിട്ട് അറിയായിരിക്കും, സീനെ പറ്റിയിട്ട് അറിയായിരിക്കും, ഡീനെ പറ്റിയിട്ട് അറിയായിരിക്കും. സോ ദാറ്റ്സ് ഈസിയസ്റ്റ് വേ, റൈറ്റ്? ബട്ട് ഒന്ന് ചിന്തിച്ചേ, ഇത്രയും ഇപ്പോൾ ഒരു 4 ആണെങ്കിൽ ഫൈൻ, എനിക്ക് 6 കണക്ഷൻസ് മതി. ഇതേ സാധനം ഒരു 100 സ്റ്റേഷൻസ് ഉണ്ട്, 100 നോഡുകൾ ഉണ്ടെങ്കിൽ 100 നോഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 100 നോഡ്സ് ഉണ്ടെങ്കിൽ 100 ഇൻറ്റു 100 ദാറ്റ്സ് 100 ഇൻറ്റു 99 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് നമ്പർ ഓഫ് കണക്ഷൻസ് വേണം. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് അവിടെ ആവശ്യമാണ്, അത്രയും കണക്ഷൻ, അത്രയും എന്താ പറയുക, ഒരു റഷ്. അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കണക്ഷൻ ബ്രേക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ. അത്രയും നമ്പേഴ്സ് ഓഫ് കേബിൾസ് അവിടെ വേണം അത് കണക്ട് ചെയ്യാനായിട്ട്. സോ ദാറ്റ്സ് എ മെയിൻ ഡ്രോബാക്ക് ഹിയർ. അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായില്ല. എന്താണ്, എല്ലാ നോഡുകളും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം ഈസി ആയിട്ട് ട്രാൻസ്മിഷൻ, എക്ക് ബിയിലോട്ട് അയക്കണം ഈസി, ബിക്ക് സിയിലോട്ട് അയക്കണം, ബിക്ക് സിയോട്ട് കണക്ഷൻ ഉണ്ട് ഈസി. ബട്ട്
എന്താ അവിടുത്തെ ഡ്രോബാക്ക്? ദ കണക്ഷൻ തന്നെയാണ്. അത്രയും ഇപ്പോൾ നമ്പർ ഓഫ് നോഡ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു ടോപ്പോളജി ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കിയ മെഷ് ടോപ്പോളജിയുടെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതായത് നമ്മുടെ കയ്യിൽ എത്ര നോഡ്സുകളുണ്ട്? 5 സ്റ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 5 ഡിവൈസസ് ഉണ്ട്. ഓരോ ഡിവൈസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാവരും കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ആണ് ഉള്ളത്. അതായത് one node is directly connecting to another node. There is no other connection between them. So there is a point to point connection. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം. അതായത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും നിങ്ങൾ എഴുതേണ്ട കീ പോയിന്റ്സ് ഇത് തന്നെയാണ്. അതായത് ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു മെഷ് ടോപ്പോളജിനെ പറ്റിയിട്ട് എഴുതുമ്പോൾ there is a point to point connection. There is a dedicated one link between 2 nodes. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇൻ മെഷ് ടോപ്പോളജി. ഓക്കെ, ആൻഡ് ആൾസോ ഇപ്പോൾ ഒരു പോയിന്റ് ടു പോയിന്റ് ലിങ്ക് തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി അവിടെയുള്ള എല്ലാ നോട്ട്സുമായിട്ട് കണക്ട് ചെയ്താൽ അടുത്ത് നിങ്ങൾ എഴുതേണ്ടതാണ് ഫുള്ളി കണക്റ്റഡ്. ഓക്കെ, അതിന് ഇക്വേഷനും അതിനൊരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക്, അവിടെ അടുത്തൊരു പോയിന്റ് മാർക്ക് വേണം. ദെൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആ ഒരു ഡയഗ്രാം വരച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ, ഈ ഒരു ഡയഗ്രാം ഇതാണ് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് വേണം? ഒരു മെഷ് ടോപ്പോളജി. ഇപ്പോൾ ഒരു 8 അല്ലെങ്കിൽ ഒരു 9 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 4 ടോപ്പോളജി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ ടോപ്പോളജി എഴുതുന്നതിനും ഓരോരോ സ്കോർ ഉണ്ടാകും, ഓരോരോ കീ മാർക്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം 9 മാർക്കാണെങ്കിൽ നമുക്കതിന് ജസ്റ്റ് 2 എന്ന് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ 2 മാർക്ക് കിട്ടണമെങ്കിൽ അതിനകത്ത് ഒരു പോയിന്റ് മാർക്കായിട്ടായിരിക്കണം അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. സോ ഈ ഇത്രയും കീ പോയിന്റ്സുകൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? അവിടെ ആ ഒരു ഡയഗ്രാമിന് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതിനകത്ത് വരുന്ന പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുള്ളി കണക്റ്റഡ് മെഷ് അല്ലെങ്കിൽ ഒരു മെഷ് ടോപ്പോളജി ആണെങ്കിൽ അത് എങ്ങനെയാണെന്നും അതിനൊരു എക്സാമ്പിളും കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് 2 മാർക്ക് അവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വീഴുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റാർ ടോപ്പോളജി. ഈ ഒരു സ്റ്റാർ ടോപ്പോളജിയിൽ പേര് തന്നെയുണ്ട്. എന്താ കാര്യം? സാധാരണ സ്റ്റാർ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരാളുണ്ട്, ഒരു കോമൺ ആൾ. അയാളെ നമ്മൾ ഹബ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ഹബ്. ഓക്കെ, ടേം ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹബ് ഈസ് ലൈക്ക് ആസ് എ കൺട്രോളർ. ഓക്കെ, അയാളുടെ കയ്യിലാണ് എല്ലാ കൺട്രോളും ഉള്ളത്. അയാളാണ് തീരുമാനിക്കുന്നത് ട്രാൻസ്മിഷൻ എങ്ങോട്ട് നടക്കണം എന്നുള്ളത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളർ ഉണ്ട്. ദ കൺട്രോളർ വി ക്യാൻ കോൾ ലൈക്ക് ആസ് ഹബ്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നോഡുകളുണ്ട്. എന്തുകൊണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള നോഡുകളുണ്ട്. ഈ ഓരോ നോഡും ഈ ഒരു ഹബിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് നോൺ എ സ്റ്റാർ ടോപ്പോളജി. ഓക്കെ, ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു അടുത്തൊരു കാര്യം, അതായത് ഓരോ നോഡും ഈ ഹബിലോട്ടുള്ളത് ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷനാണ്. അതായത് ദ ഈച്ച് നോഡ് വിത്ത് കറസ്പോണ്ടിങ് ദ ഹബ്, ദാറ്റ് കൺട്രോളർ, റൈറ്റ്? അവിടെ സെൻട്രൽ തിങ്. സോ അവരുമായിട്ടുള്ളത് എന്താണ്? ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷനാണ്. But there is no connection between devices. There is no connection എന്നല്ല, there is no direct connection between the device. ഡിവൈസുകൾ തമ്മിൽ എന്തെങ്കിലും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ഇല്ല. ദ ഡിവൈസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഓൺലി ആര് വഴി മാത്രമേ ഉള്ളൂ? ഈ ഒരു നമ്മുടെ എല്ലാത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയില്ലേ, ദ ബാക്ക് ബോൺ. ആ ബാക്ക് ബോൺ, ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ബാക്ക് ബോൺ ആര് തന്നെയാണ്? ഹബ്ബാണ്. Once the hub will break down, the complete system will break down, right? So ഇത് തന്നെയാണ് ആരെന്ന് പറയുന്നതെടാ സ്റ്റാർ ടോപ്പോളജി. ഞാൻ ഈ സ്റ്റാർ ടോപ്പോളജി കൂടി തന്നെ പറഞ്ഞു എന്താണ് അവിടുത്തെ ഡ്രോബാക്ക് എന്ന്. എന്തായിരുന്നു അവിടുത്തെ ഡ്രോബാക്കടാ? അതായത് നമ്മൾ ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ആ ഒരു ബാക്ക് ബോണിന് എന്തെങ്കിലും പറ്റിയാൽ അതൊന്നും ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് നെറ്റ്വർക്ക് എന്തായി പോകും? ബ്രേക്ക് ഡൗൺ ആയി പോകും. സോ ദാറ്റ്സ് വൺ തിങ്. ഓക്കെ, ആൻഡ് അനദർ പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്കൊരു കൺട്രോളർ ഉണ്ട്, അതായത് ഒരു സെൻട്രൽ തിങ് ഉണ്ട്. അതിനെ നമ്മൾ ഹബ് എന്ന് വിളിച്ചു. ആ ഹബിലോട്ടാണ് നമ്മുടെ കണക്ഷൻസ്, അതായത് നോട്ട്സുകളുടെ എല്ലാം കണക്ഷനും കിടക്കുന്നതെന്ന് പഠിച്ചു. ദെൻ ആ ഒരു നോഡും ദെൻ നമ്മുടെ ആ ഹബ്ബുമായിട്ട് ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണെന്ന് പഠിച്ചു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? നോഡുകൾ തമ്മിൽ കണക്ഷൻ ഒന്നും ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. കണക്ഷൻ ഇല്ല എന്നല്ല, സോറി കേട്ടോ, നോഡുകൾ തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, ഇൻഡയറക്ട്ലി കണക്റ്റിംഗ് വയ ദ ഹബ്. ഓക്കെ, ഇനി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എക്ക് ഞാൻ ഇതിനൊരു നെയിമിങ് കൊടുത്തത് ദിസ് ഇസ് മൈ എ, ദിസ് ഇസ് മൈ സി, ബി ആൻഡ് സി. ഇപ്പോൾ എക്ക് സിയിലോട്ടൊരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഫസ്റ്റ് ആർക്ക് കൊടുക്കണം? ഹബിലോട്ട് കാര്യം പറയണം. ഹബ്ബ് നോക്കും എങ്ങോട്ടാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ കിടക്കുന്നത്, ഏത് ഡയറക്ഷനിലോട്ട് വയ്ക്കണം, ഹബ് വിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. സോ നമ്മുടെ ഡേറ്റ ട്രാൻസ്മിഷൻ, അതിൻ്റെ കൺട്രോളിങ്, അതെല്ലാം നോക്കുന്നത് ആര് തന്നെയാണ്? ഹബ്ബാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
നമ്മുടെ മെഷ് ടോപ്പോളജി, ബിക്കോസ് അതിൽ നിറയെ കണക്ഷൻസ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, ദെൻ അത് ആ ഒരു കണക്ഷന് വേണ്ടി വരുന്ന നമ്പർ ഓഫ് വയേഴ്സ് അത് കൂടുതലാണ്. സോ ബട്ട് ഇവിടുത്തെ മെയിൻ്റനൻസ് ഈസ് ഈസി. സോ അതുപോലെ തന്നെ അവിടെ വരുന്ന നമ്പർ ഓഫ് കണക്ഷൻസ് കുറവാണ്. ദെൻ അത് നമുക്ക് അത്ര എന്തല്ല ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, റൈറ്റ്. സോ ദീസ് ആർ ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നു. ദെൻ നമുക്കിപ്പോൾ ഒരു ഇൻപുട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. അതായത് നിങ്ങളുടെ സിസ്റ്റം, നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ CPU നോക്കുക. ഈ ഒരു CPU ആണ് നിങ്ങളുടെ മെയിൻ തിങ്. ഇതിനകത്താണ് നിങ്ങളുടെ കീബോർഡ് ആവട്ടെ, മൗസ് ആവട്ടെ, നിങ്ങളുടെ മോണിറ്റർ ആവട്ടെ, എവറിത്തിങ് ഈസ് കണക്റ്റഡ്, റൈറ്റ്. നമ്മുടെ CPU ആണ് തീരുമാനിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ മൗസിന് എന്തെങ്കിലും ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ദ കൺട്രോൾ വിൽ ഗോ ടു നമ്മുടെ CPU. ദ CPU വിൽ ഡിസൈഡ് എന്താണ് നടക്കേണ്ടതെന്ന് ആർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, നമ്മുടെ മെഷീൻ, നമ്മുടെ മോണിറ്ററിന് നിർദ്ദേശം കൊടുക്കുന്നു. അത് തന്നെയാണ്. ഇപ്പോൾ CPU നിങ്ങളുടെ ബ്രേക്ക് ഡൗൺ ആയെന്ന് ചിന്തിക്കുക, എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കില്ല. സോ ദാറ്റ്സ് എ ഡ്രോബാക്ക്. അത് ഹബ്ബ് ഡൗൺ ആയാൽ ദ ഹോൾ സിസ്റ്റം വിൽ ഡൗൺ. സോ നമ്മുടെ ഹൈ സ്പീഡ് ലാൻ ഞാനൊരു എക്സാമ്പിൾ, നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഒരു നെറ്റ്വർക്കിലോട്ട് പോകുമ്പോഴത്തേക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഉണ്ടാവും. ദാറ്റ്സ് എ ഹൈ സ്പീഡ് ലാൻ ആണ് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ ഒരു ഡയഗ്രാം നോക്കി. ഇതാണ് ഒരു ഡയഗ്രാം. ഓക്കെ, ദാറ്റ്സ് എ ഹബ്. ദർ ആർ ഡിഫറെൻറ്റ് നോട്ട്സ് ആർ കണക്റ്റിംഗ് ടു ദ കോമൺ ആയിട്ടുള്ള ഒരു സെൻറ്റർ, അതായത് നമ്മുടെ ബാക്ക് ബോണിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അടുത്ത് നോക്കാവുന്നത് ബെസ്റ്റ് ടോപ്പ്. അപ്പം നമ്മുടെ തേർഡ് ടോപ്പോളജി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ബെസ്റ്റ് ടോപ്പോളജി. അപ്പോൾ എന്താണ് ബെസ്റ്റ് ടോപ്പോളജി? അതായത് നമ്മുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ ഒരു കോമൺ ലിങ്ക് ഉണ്ടാവും, അതായത് കോമൺ ചാനൽ. ദെൻ ഈ ചാനലിലോട്ട് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ഇസ് ദ തിങ്. നമ്മളെല്ലാവരും സാധാരണ ബസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്താ അവിടെ ചെയ്യുന്നത്? പല സ്ഥലത്തു നിന്ന് പല ആൾക്കാർ കയറുന്ന ഒരു അതായത് ഒരു കോമൺ ആയിട്ടാണ് ആ ബസ് പോകുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ വൺ ലൊക്കേഷൻ എ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന ലൊക്കേഷൻ വരെ ആയിരിക്കും അതിൻ്റെ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡ് പോയിന്റും ഉണ്ടാകും. അത് ഉറപ്പായിട്ടും ഉണ്ടാകും അല്ലേ? ആ ഒരു ചാനലിൽ ഒരു സ്റ്റാർട്ട് ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും. ബട്ട് ദാറ്റ് വിൽ ബി ദ ബസ് വിൽ ബി ട്രാൻസ്മിറ്റിംഗ് ഫ്രം ഹിയർ ടു ഹിയർ. സോ കോമൺ ഒന്നായിരിക്കും. ബട്ട് പല ആൾക്കാർ അത് നമുക്ക് അതിനെ നോഡായിട്ട് കൺസിഡർ ചെയ്യാം. കണക്ട് ചെയ്യുന്നു, കയറുന്നു, ദെൻ ലീവ് ചെയ്യുന്നു, റൈറ്റ്. സോ കയറുന്നു, ഇറങ്ങുന്നു. നമ്മൾ ഓരോരോ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഒരു സ്ഥലം ഉണ്ടാവില്ല, ബസ് സ്റ്റേഷൻസ് ഉണ്ടാവും, റൈറ്റ്. ലൈക്ക് ആ ഒരു അതായത് ആ ഒരു നോഡ് ആ ഒരു ലിങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ടാവും? ഡ്രോപ്പ് ലൈൻസും ടാപ്സും ഉണ്ടാവും. ക്ലിയർ? നേരത്തെ പറഞ്ഞു നമുക്കൊരു ബസ്സിൽ ഒരാൾ കയറുകയാണെന്ന് എല്ലാ സ്റ്റോപ്പുകളിലും ബസ് നിർത്തില്ല, റൈറ്റ്. അതിനൊരു കോമൺ പോയിന്റുകൾ ഉണ്ടാകും. അവിടെ മാത്രമേ നമ്മുടെ ബസ് എന്ത് ചെയ്യത്തുള്ളൂ? ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാം, ദെൻ കയറ്റുകയും ചെയ്യുന്നു. സോ ദാറ്റ്സ് സെയിം തിങ്. ആ ഒരു സ്റ്റേഷൻ ദാറ്റ്സ് എ ഡ്രോപ്പിംഗ് പോയിന്റ്. സെയിം തിങ്. ആ ഒരു നോഡ് നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദാറ്റ്സ് എ ടാപ്പ് വഴിയിട്ട്. ഓക്കെ, സോ അവിടെ ഒരു ലൈൻ ഉണ്ടാവും. ദാറ്റ് ലൈൻ ഈസ് നോൺ ആസ് ഡ്രോപ്പ് ലൈൻ. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഡ്രോപ്പ് ലൈൻ? ആ ഒരു ഡിവൈസും മെയിൻ കേബിളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഈ ഒരു സാധനത്തിനെയാണ് ഡ്രോപ്പ് ലൈൻ എന്ന് പറയുന്നത്. ആ ഒരു ലൈനും ഈ ഒരു നെറ്റ്വർക്ക്, അതായത് കോമൺ ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ടാപ്സ്. അതായത് നമ്മൾ പറയുന്ന സാധാരണ നമ്മുടെ ബസ് സ്റ്റേഷൻ തന്നെയല്ലേ, അത് തന്നെയാണ് കേട്ടോ. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ബസ് സ്റ്റേഷൻ്റെ സിമിലർ ലൈക്ക് ഓഫ് മീനിങ്. ഓക്കെ, ഇനി ടാപ്പ് എന്ത് ചെയ്യുന്നു? ആ ഒരു പല ഇങ്ങനെ സ്പ്ലിറ്റായി കിടക്കുന്ന ആ ഒരു നെറ്റ്വർക്കിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ച് നിർത്തുന്നു. ദാറ്റ്സ് അവർ ടാപ്പ്. ഇനി എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഇതിന് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് എന്തെങ്കിലും ഒന്നിൽ കൂടുതൽ ഒരു ലൈൻസ് അല്ലേ ഉള്ളൂ. സോ നമുക്ക് വേണ്ടുന്ന നമ്പർ ഓഫ് കേബിൾസ് ഒക്കെ എന്താണ്? ഈസിയാണ്. അതുകൊണ്ട് തന്നെ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈസി ഫോർ ദ ഇൻസ്റ്റാളേഷൻ ആണ്, കേബിളിംഗ് വളരെ ഈസിയാണ്. ബട്ട് ദ ഡ്രോബാക്ക് എന്താണ്? നമുക്ക് ഒരു സ്റ്റേഷനാണ്, ഇപ്പോൾ ഒരു ബസ്സിന് ഒരു കപ്പാസിറ്റി ഉണ്ടാകും. അതിനേക്കാളും ഓവറായി കഴിഞ്ഞാൽ ബസ്സിന് നേരെ നല്ല ഫാസ്റ്റിൽ പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഒരു ബസ് നമ്മൾ പറയുകയാണ്, ഇതിൽ കൂടെ നമുക്ക് ഇപ്പം എക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു നോഡിന് തെങ്ങിയിരിക്കുന്ന ഒരു നോഡ്, അതായത് എ ദിസ് ഇസ് ബി എന്ന് വിചാരിക്കുക. അതായത് ഇത്രയും നോഡുകളിൽ കൂടെ കടന്നു പോയിട്ടായിരിക്കണം എനിക്കവിടെ ട്രാൻസ്മിഷൻ നടക്കേണ്ടത്. സോ ദാറ്റ്സ് എ മെയിൻ ഡ്രോബാക്ക്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ സംടൈംസ് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അവിടെ സിഗ്നൽ ലോസ് ആവേണ്ട അല്ലെങ്കിൽ എറർ ഉണ്ടാവേണ്ടൊക്കെ ചാൻസസ് ഉണ്ടാകും. ദാറ്റ്സ് എ വൺ തിങ്. ഓക്കെ, ഇതാണ് അവിടുത്തെ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോസേജും ഇങ്ങനെയൊക്കെ ഉണ്ടാവേണ്ട ചാൻസ് എന്തിനകത്തുണ്ട്? നമ്മുടെ ബെസ്റ്റ് ടോപ്പോളജിക്കകത്ത് ഉണ്ട്. ദെൻ നിങ്ങൾക്ക് ആ ഒരു ഫിഗർ നോക്കാം. ഇനി നമുക്ക് ആ ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ദർ ഇസ് എ കേബിൾ
ദർ ഇസ് എ സ്റ്റാർട്ടിങ്, ദർ ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദർ ഇസ് എ കേബിൾ ലൈൻ. ദെൻ ഞാൻ പറഞ്ഞു ഓരോ നോഡും നമ്മുടെ മെയിൻ കേബിളുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഒരു ലൈൻ ഉണ്ട്, ദാറ്റ് ഈസ് ദ ഡ്രോപ്പ് ലൈൻ. ദെൻ ആ ഒരു ലൈനും ദെൻ കുറേ കേബിൾസ് ആയിട്ടല്ലേ, ആ ഓരോ കേബിൾസും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ടാവും, ഒരു കണക്ടർ ഉണ്ടാവും, ദാറ്റ് ഈസ് നോൺ എസ് ടാപ്പ്. ക്ലിയർ? ഫൈൻ. ദെൻ ദ ലാസ്റ്റ് ടോപ്പോളജി. ദെൻ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി. അപ്പോൾ നമ്മൾ സ്റ്റാർ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നോക്കാൻ പോകുന്നത് റിംഗ്. എന്താണ് റിംഗ് എന്ന് വെച്ചാൽ ഒരു നോഡും അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഇരിക്കുന്ന രണ്ട് ഡെഡിക്കേറ്റഡ് നോഡുകളുമായിട്ട് കണക്ഷൻ ഫോം ചെയ്യുന്നു, ഇപ്പുറത്തും. ദെൻ ഈ നോഡ് കൺസിഡർ ചെയ്യുമ്പോഴോ ഈ നോഡിൻ്റെ ഓൾറെഡി അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്തു. ദെൻ ഇപ്പുറത്തിരിക്കുന്നു. സോ 1-2 നോഡുകൾ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്ത് ഒരു റിംഗ് ലൈക്ക് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് റിംഗ് ടോപ്പോളജി. പിന്നെ ഇവിടുത്തെ കണക്ഷൻ നോക്കുക, 1 node ഈസ് കണക്റ്റിംഗ് ടു അനദർ, right? Then so one point to another point, it's a dedicated connection, right? So this is like as a point to point connection with only 2 devices on each side. അത് 1 node ഇപ്പുറത്തൊരു നോഡുമായിട്ട് ജസ്റ്റ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി നമ്മുടെ സിഗ്നൽ പാസ് ചെയ്യുന്നത് 1 ഡയറക്ഷനിലോട്ടാണ്, അതാണ് അടുത്ത പോയിന്റ്. ദ സിഗ്നൽ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത് 1 ഡയറക്ഷനിലോട്ടാണ്, ഫ്രം ഡിവൈസ് ടു ഡിവൈസ് അണ്ടിൽ റീച്ച് ടു എ ഡെസ്റ്റിനേഷൻ. അതായത് ഇപ്പം ഇയാൾക്ക് ഇങ്ങോട്ടേക്ക്, ഇതിപ്പോൾ എ എന്ന് പറയുന്ന നോഡെന്ന് വിചാരിക്കാം, ഇത് സി എന്ന് വിചാരിക്കാം. ഇപ്പോൾ എക്ക് സിയിലോട്ട് അയക്കണമെങ്കിൽ എ ട്രാൻസ്ഫർ ടു ഹിയർ ദെൻ ഇറ്റ് വിൽ ബി റീച്ചിങ് ഹിയർ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ള നോഡിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ദറ്റ് വിൽ ബി ഷെയറിങ് ഫൈനലി അണ്ടിൽ ഇറ്റ് റീച്ച് ടു ദ ഡെസ്റ്റിനേഷൻ. ദിസ് ഈസ് ദ എന്താണ് റിംഗ് ടോപ്പോളജി. ഇനി ഈ ഒരു കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് ഇവിടെ നമ്മൾ ഒരാളെ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിപ്പീറ്റർ. ആരെയാണ് യൂസ് ചെയ്യുന്നത്, റിപ്പീറ്റർ. ഇയാളായിരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് റിപ്പീറ്റർ എന്താണെന്നൊക്കെ നിങ്ങൾ വരുന്ന വേറെ മോഡ്യൂളിൽ നിങ്ങൾ നോക്കുക കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക റിപ്പീറ്ററാണ് ഇവിടെ ഉള്ളത്. ദ റിപ്പീറ്റർ ഈസ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് ദ നോഡ്. ഓക്കെ, ഇനി എന്തായിരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യാനും അതിനെ കോൺഫിഗർ ചെയ്യാനും അത് ഈസിയാണ്. അധികമായിട്ടുള്ള കണക്ഷൻസ് ഒന്നുമില്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു നോഡ് വേണ്ടാന്നുണ്ടായിരിക്കാം, ജസ്റ്റ് ആ നോഡ് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തുള്ള നോഡുകൾ തമ്മിൽ എനിക്ക് കണക്ഷൻ മേക്കപ്പ് ചെയ്യാനും ഈസിയാണ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റിംഗ് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു റിംഗ് ആണ് ഫോം ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു റിംഗ് പോലെ ഫോം ചെയ്തു. ഇവിടെയൊക്കെ നോഡുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. ഈ ഒരു റിംഗ് ബ്രേക്ക് ആയെന്ന് വിചാരിക്കാം, സംതിങ് ഇസ് ബ്രേക്ക്. പിന്നെ ആ ഒരു ടോപ്പോളജിയെ കൊണ്ടുള്ള ആ ഒരു വർക്കിംഗ് നടക്കോടെ ഒരിക്കലും നടക്കില്ല. സോ അത് തന്നെയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നതും. then നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് IBM ലാൻസിലാണ് നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈച്ച് നോഡ് ഈസ് കണക്റ്റിംഗ് ടു അതായത് ഓരോ നോഡും അതിൻ്റെ അടുത്തൊരു ഡെഡിക്കേറ്റഡ് നോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ദാറ്റ്സ് 2 നോഡുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു നോഡ് ആ ഒരു നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്ത ദാറ്റ് പർട്ടിക്കുലർ ഡിവൈസ്, ദാറ്റ്സ് എ റിപ്പീറ്റർ. ക്ലിയർ? ഒരു റിംഗ് ടോപ്പോളജി, അത് റിംഗ് ലൈക്ക് സ്ട്രക്ചറിൽ അത് ഫോം ചെയ്തിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് റിംഗ് ടോപ്പോളജി എന്ന് വിളിച്ചത്. ക്ലിയർ അല്ലേ? സോ ഇനി ലാസ്റ്റ് ഇറ്റ്സ് ലൈക്ക് എ ഹൈബ്രിഡ്. ഓക്കെ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടോപ്പോളജി. അതായത് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബസ്സാണ് അല്ലേ, 3 ബസ് ടോപ്പോളജി. ഇപ്പോൾ ഇതിന് ഒരു നെറ്റ്വർക്ക് എന്ന് വിചാരിക്കുക, N1 2 3. സോ ഇതെല്ലാം കൂടെ ഒരു ഹോമാണ്. അതായത് ഒരു സ്റ്റാർ ടോപ്പോളജിയുടെയും അതുപോലെ തന്നെ ഒരു ബസ് ടോപ്പോളജി, ഇത് 3 ബസ് നെറ്റ്വർക്കും കൂടെ കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തു. ദാറ്റ് ഈസ് നോൺ ആസ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്, കോമ്പിനേഷൻ. നമ്മൾ നോർമലായിട്ട് 4 പഠിച്ചു. ആക്ച്വലി ദാറ്റ്സ് അനദർ വൺ തിങ്, ദാറ്റ് ഈസ് എ ഹൈബ്രിഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്നത് എന്തായിരുന്നു, നെറ്റ്വർക്ക് ടോപ്പോളജീസ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ ഇതും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ
നെറ്റ്വർക്ക്, അതായത് ലാൻ, വാൻ, മാൻ, ഇവർ 3 പേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്കും നിങ്ങൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ നോക്കി തന്നെ പോകണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ടോപ്പിക് എന്തായിരുന്നു? കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്ക്. എന്തൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്കാണ് നമുക്കിവിടെ ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വേഗത്തിന് അപ്പോൾ നമുക്ക് 3 എണ്ണമാണ് ഉള്ളത്. ലാൻ, വാൻ, മാൻ. ഇത് 3 നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ ലാൻ എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പേര് തന്നെയുണ്ട് ലോക്കൽ, അതായത് ഒരു റൂമിനുള്ളിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിനുള്ളിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഹൗസിനുള്ളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നെറ്റ്വർക്ക് കണക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഒരു ഓഫീസ് റൂമിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനുള്ളിലോ മാത്രം ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത്. ഇത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും അല്ലെങ്കിൽ ഒരു സെർവർ ഇങ്ങനെ കണക്ട് ചെയ്ത് ഫോം ചെയ്തിരിക്കുക. സോ ദിസ് ഇസ് എ എക്സാമ്പിൾ ഓഫ് എന്തെന്ന് പറയാം? നമുക്ക് ലാൻ എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടോപ്പോളജി ഓർ റിംഗ് ടോപ്പോളജി ഓർ മേ ബി എ സ്റ്റാർ ടോപ്പോളജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മളൊരു ഹോമിനാകും, നമ്മുടെ വീട്ടിലുള്ള നെറ്റ്വർക്ക്. ഇതൊക്കെ നിങ്ങൾ സാധാരണ നിങ്ങളുടെ ലാബിലൊക്കെ ഇരുന്നിട്ടില്ലേ? നിങ്ങളുടെ സാധാരണ നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ്സ് ഇല്ലേ? അതിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറും ദെൻ ഒരു വൈഫൈ ഒരു മോഡം ഉണ്ടാവും. മോഡത്തിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സാധനം കേട്ടോ. സോ വൈഫൈ നെറ്റ്വർക്ക് ബിറ്റ്വീൻ 2 കമ്പ്യൂട്ടർ, ഇതാണ് നമ്മൾ ആരെന്ന് പറയുന്നത് ലാൻ. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഒരു ഹബ്ബുണ്ട്, ലൈക്ക് ഒരു മോഡൽ. ഓക്കെ, അതിൽ നിന്ന് കണക്ട് ചെയ്ത് കണക്ഷൻസ് പോയിരിക്കുന്നു ഇവിടെ കോമൺ ആയിട്ട്. ഓക്കെ, ക്ലിയർ? ഇതാണ് ഒരു ലാനിൻ്റെ ഒരു എക്സാമ്പിൾ. അതുപോലെ അനദർ വൺ ഫിഗർ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, അതായത് ഇത് നിങ്ങളുടെ ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന ഇൻ്റർനെറ്റ്, അതായത് നിങ്ങളുടെ വീട്ടിലോട്ട് കണക്ട് ചെയ്യുന്ന വൈഫൈ മോഡം വഴി നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് റൗട്ടർ. ഓക്കെ, അവിടെ നമ്മുടെ ഇത്രയും അയാൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഡെസ്ക്ടോപ്പ് ഉണ്ടാകും. ഈ ഡെസ്ക്ടോപ്പ് ഒരു പ്രിൻ്ററുമായിട്ട് കണക്റ്റഡ് ഉണ്ടായിരിക്കും. ദെൻ ഇത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഡ്രൈവറിലോട്ട്, അതായത് നിങ്ങളുടെ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാവും. ദെൻ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിന് എല്ലാത്തിനും കൂടെ ഒരു കോമൺ സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ്സ് എ കോൺസെപ്റ്റ്. ദിസ് ഈസ് ഓൺ ഡെസ്ക്ടോപ്പ്, ദിസ് ഈസ് ഓൺ അനദർ ഓൺ ഡെസ്ക്ടോപ്പ്. ഈച്ച് ഡെസ്ക്ടോപ്പ് ഈസ് കണക്റ്റിംഗ് ടു എ പർട്ടിക്കുലർ സ്വിച്ച്. ദാറ്റ്സ് എ സ്വിച്ചിങ്. ഏതിലോട്ട് കണക്ട് ചെയ്യണം തീരുമാനിക്കുന്നത്. സോ ദാറ്റ്സ് എ കോമൺ സെർവർ. ക്ലിയർ? സോ ഇതിനെയാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ഇപ്പം നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ്, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കണക്ട് ഡിഫറെൻറ്റ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സാധാരണ അതെന്ത് ചെയ്യുന്നു? ഡിവൈസോടെ കണക്ട് ഒരു നെറ്റ്വർക്ക് മറ്റൊരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരാൾ ആവശ്യമാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു ഫിഗറിൽ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ ഇതിവിടെ നോക്കിക്കേ, ഇത് നിങ്ങളുടെ ഹോം, ഇതൊരു നിങ്ങളുടെ ഹോം നെറ്റ്വർക്ക്. ഇതുപോലെ മറ്റൊരു വീട്ടിലൊരു നെറ്റ്വർക്ക് ഉണ്ടാകും. അവരും ഇതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ടാവും. സോ അടുത്തൊരു വീട്ടിലും ഉണ്ടാവും. സോ ഈ ഒരു നെറ്റ്വർക്ക്, അതായത് ഈ ഒരു ഹോമിലെ വീട്ടിൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കണക്ഷൻ ഇൻ്റർനെറ്റ് അടുത്തുനിന്നായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻ്റർകണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഡിവൈസാണ് ആരെന്ന് പറയുന്നത്? റൗട്ടിംഗ് ഈസ് റൗട്ടിംഗ്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കും ഇതെന്താണ് റൗട്ടർ എന്നും റൗട്ടിംഗ് എന്താണെന്നൊക്കെ പഠിക്കും. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്. ഓക്കെ, നെറ്റ്വർക്കിൽ നമ്മൾ വേണ്ടി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റാണ് ഒരു റൗട്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള വൺ നെറ്റ്വർക്ക്, അതുപോലെ ഇതുപോലത്തെ വേറൊരു നെറ്റ്വർക്ക്, ഇങ്ങനെ നെറ്റ്വർക്കുകളെ തമ്മിൽ ലോക്കൽ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത്. സോ ദിസ് ഈസ് ഓൺ നെറ്റ്വർക്ക്, this is on network, it will be connecting the router, then it connecting to another router. Clear? Okay, so this is an example. Here you can see
ഓക്കെ, ഇതിൽ ഓരോരുത്തർക്കും ഓരോരോ നെറ്റ്വർക്കാണ്, ഓരോ നെറ്റ്വർക്കും തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്ത് ദ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തത് എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ആരുമായിട്ടാണ്? ലാനുമായിട്ട് ഓക്കെയാണ്. പക്ഷെ എന്താ ഡിഫറൻസ്? അപ്പോൾ ലാൻ എന്താ, ഇതെന്താ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ബാങ്കിങ് സിസ്റ്റം എടുക്കുക. ഒരു ബാങ്ക്, ഞാനിപ്പോൾ പറയുന്നു ABC എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സിസ്റ്റം എടുത്തു ഞാൻ. ആ ഒരു ABC എന്ന് പറയുന്ന ബാങ്കിങ് സിസ്റ്റത്തിൽ ഇപ്പോൾ ആ ഒരു ബാങ്കിനൊരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. ദാറ്റ്സ് ഹെഡ്. ABC എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്. അതിന് കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. ദിസ് ഈസ് വൺ ബ്രാഞ്ച്, ദിസ് ഈസ് അനദർ ബ്രാഞ്ച്, ദിസ് ഈസ് എ ഹെഡ് ബ്രാഞ്ച്. ഓക്കെ, ഇങ്ങനെ പല പല സിറ്റികളിൽ അവരുടെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവും. ബട്ട് ഇതെല്ലാവരും കൂടി കണക്ട് ചെയ്തൊരു കോമൺ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ എംപ്ലോയി, അവരുടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻ, അവിടെ എല്ലാം കൂടെ ചേർന്ന് അവർക്കൊരു നെറ്റ്വർക്ക് പോലെ ആയിരിക്കും അത് ഫോം ചെയ്യുന്നത്, അല്ലേ? സോ ദിസ് ഈസ് എ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. ഇവിടെയാണ് നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ വേറൊരു കാര്യത്തിന്, ഇപ്പോൾ ഓഫീസുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഓഫീസ്, സ്കൂള്, ഇവർ തമ്മിലൊക്കെ ഇൻ്റർകണക്ട് ചെയ്ത് ഉണ്ടാക്കുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് മെട്രോപൊളിറ്റൻ ഏരിയ. നമ്മൾ ലോക്കൽ ഏരിയയിൽ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഒരു റൂമിനുള്ളിൽ നിൽക്കുന്നു, അത്രേ ഉണ്ടായുള്ളൂ. ബട്ട് ഇവിടെ പറയുമ്പോൾ റൂമിനുള്ളിലല്ല, ഒരു സിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഏരിയ മൊത്തത്തിലാവാം, ഒരു ഫുള്ളായിട്ടുള്ള ഒരു സ്പേസ് എന്നല്ല, ഒരു സിറ്റി മൊത്തത്തിലായിരിക്കാം. അപ്പോൾ അവിടെ വരുന്ന എല്ലാവരും പേരും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കാം. എ ലാൻ തന്നെയാണ്, ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. ഓക്കെ, സോ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ലാനുമായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ ലാനിൻ്റെ കാലം ലാർജറാണ്. സോ ഇതാണ് ഒരു സിറ്റികൾ തമ്മിൽ കേബിൾ TV നെറ്റ്വർക്ക്. ഇതൊക്കെയാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത്. ഇതതിൻ്റെ ഒരു ഡയഗ്രാമാണ്. സോ നമുക്ക് ഡയഗ്രാം നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡ് ആവാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നോക്കാണ്ടോ ഡിഫറെൻറ്റ് നാൻ എല്ലാം കൂടെ കണക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കായി. സോ ഇവിടെ നോക്കുക, ഓഫീസ് ബിൽഡിംഗ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഗവൺമെൻറ് ബിൽഡിങ്സ്, സോ റെസിഡൻഷ്യൽ, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ സാധിച്ചു. സോ ദിസ് ഈസ് എ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. സോ അടുത്തൊരു ടോപ്പിക്കാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഇതുവരെ നമ്മൾ പഠിച്ച കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ വേണ്ടുന്നുള്ള ബേസിക് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്നു, എന്തൊക്കെ രീതിയിലുള്ള നെറ്റ്വർക്കാണ് ഫോം ചെയ്യുന്നത്, അവിടെ ഉണ്ടാകുന്ന കണക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് എന്താണ്, ടോപ്പോളജി എന്ന്, ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനിയാണ് നമ്മൾ നെറ്റ്വർക്കിലോട്ട് പോയത്, അതായത് ഇൻ്റർനെറ്റ്. നമ്മൾ ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിംഗർ തൊട്ടാൽ തന്നെ നമുക്ക് ഒരു ലോകം പല സ്ഥലങ്ങളിലായിരിക്കും, അല്ലേ? ഇപ്പോൾ ഒരു അമേരിക്കയിൽ നടന്നൊരു കാര്യമാവട്ടെ, അല്ലെങ്കിൽ ഒരു ജപ്പാനിൽ നടന്നൊരു കാര്യമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നടന്നൊരു കാര്യമാവട്ടെ, എന്തും ജസ്റ്റ് നമുക്കൊരു വീട്ടിലിരുന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു കൊറി കൊടുത്താൽ നമുക്ക് നമ്മുടെ കൈക്ക് മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിന് മുന്നിൽ കിട്ടുക എന്ന് പറയുന്നതാണ് ഇൻ്റർനെറ്റ്. മനസ്സിലായോ? ഒന്നുമില്ല, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഗൂഗിൾ ചെയ്യുന്നു. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്യാണ്, ജസ്റ്റ് ഗൂഗിളിനകത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണ്. ഇപ്പോൾ ഒരു അമേരിക്കയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഓർ മേ ബി വേറെ എന്തെങ്കിലും ഒരു കമ്പനീനെ പറ്റി നിങ്ങൾ നോക്കുകയാണ്, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും അക്കാഡമിക്സ്, നിങ്ങൾക്ക് അവിടെ ഒരു കോഴ്സ് എടുക്കണം, അക്കാഡമിക്സിനെ പറ്റി നോക്കുകയാണ്. അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അമേരിക്ക എന്ന് പറയുന്നത് എത്ര ലോങ് ആണ്, നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് അവിടെ പോയി കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ അതിനെ പറ്റിയിട്ടൊന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അവിടുത്തെ എല്ലാ കാര്യവും നിങ്ങളുടെ വിരൽ തുമ്പിൽ കിട്ടുന്നു. ദാറ്റ് മീൻസ്, അതായത് അത് തന്നെയാണ് കാര്യം പറയുന്നത്. അതായത് ദർ ആർ ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സ് ആർ ദർ. ഇപ്പോൾ ഓരോ സിറ്റിയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും അവിടെ എന്തുണ്ട്, കുറേ അവിടുത്തെ ഇൻഫോർമേഷൻസ് ഉണ്ട്, അല്ലേ? അതൊക്കെ ഡേറ്റാസ് ഉണ്ട്, അല്ലേ? ആ ഡേറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു സർവീസ്, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. ദെൻ ആ സർവീസ് പ്രൊവൈഡർ ആ ഒരു ഏരിയയുടെ കാര്യങ്ങൾ മൊത്തമായിരിക്കും. ദെൻ അവർ തമ്മിൽ വീണ്ടും ഇൻ്റർകണക്ട് ചെയ്തിട്ട് ദെൻ അവിടുത്തെ ഇൻഫർമേഷനും ദെൻ അടുത്തൊരു ഒരു ലൊക്കാലിറ്റിയുടെ ഇൻഫർമേഷനും കിട്ടുന്നു. ദെൻ അവർ തമ്മിൽ കണക്ട് ചെയ്ത് the whole net, that is known as internet. ക്ലിയർ ആയോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മുടെ ഡെയിലി ലൈഫിലും ജസ്റ്റ് നമ്മുടെ ഒരു ഫിംഗർ പ്രിൻറ്റിന് താഴെ നമുക്കിരിക്കുന്ന കാര്യം. ഓക്കെ, ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത് നമ്മുടെ ARPANET, അതായത് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്കിൽ നിന്നാണ്. ആദ്യത്തെ പാക്കറ്റ്, ഫസ്റ്റ് ഓപ്പറേഷണൽ പാക്കറ്റ് നെറ്റ്വർക്കാണത്. ഇവിടെ നമ്മൾ എന്താ, ടാറ്റിക്കൽ റേഡിയോ ഓർ സാറ്റലൈറ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത്
ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രോട്ടോക്കോൾ എന്തായിരുന്നു? TCP/IP പ്രോട്ടോക്കോളായിരുന്നു കൊണ്ടുവന്നത്. ഇവിടെ ഒത്തിരി നമ്പർ ഓഫ് നെറ്റ്വർക്കുകൾ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സംഭവം, ഈ ഒരു ഇൻ്റർനെറ്റ് ഫോം ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് LAN, MAN, WAN ഇതൊക്കെ കൂടെ ചേർന്നിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ പ്രത്യേകം അറിയേണ്ട TCP/IP ആണ്. സോ ഈ ഒരു ആ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ, അതാണ് ഇവിടെ പറയേണ്ട ആൾ, ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. സോ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ലൊക്കാലിറ്റി, ഇവിടെ നമുക്കൊരു ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കാലിറ്റിയിലൊരു സർവീസ് പ്രൊവൈഡർ ഉണ്ടായിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ ഇന്ത്യ എന്ന് വിചാരിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ദെൻ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയാണ്, ഞാൻ വേറൊരു പേഴ്സണുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണ്. സോ ബി ഈസ് എ പേഴ്സൺ, ദാറ്റ് പേഴ്സൺ ഈസ് ബിലോങ്സ് ഇൻ അമേരിക്ക എന്ന് വിചാരിക്കുക. സോ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? സോ എൻ്റെ ലൊക്കാലിറ്റിയിൽ ഞാൻ ഉൾപ്പെടുന്ന, അതായത് എൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എനിക്കൊരു സർവീസ് പ്രൊവൈഡർ ഉണ്ടാവും. ക്ലിയർ? എൻ്റെ ഇൻഫർമേഷനും എൻ്റെ സോഴ്സിൻ്റെയും എല്ലാ രജിസ്ട്രീസും, അതായത് നമുക്കറിയില്ല നമ്മൾ എന്താ നടക്കുന്നത്, ബട്ട് ഈച്ച് ഡിവൈസ് ആരാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ സിം പോർട്ട്, ഇപ്പം ഞാൻ എൻ്റെ ഫോണിനുള്ളിൽ ഞാൻ എൻ്റെ സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് മെഷീനിലാണ്, അതിനൊരു കറസ്പോണ്ടിങ് ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതൊരു രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. സോ ദെൻ ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. സോ വൺസ് ഐ നീഡ് ടു ട്രാൻസ്ഫർ ടു എ, ദെൻ ദർ വിൽ ബി സം രജിസ്ട്രി ഈസ് ദെയർ, ഇറ്റ് വിൽ ബി ഹാൻഡ് ഓവർ. ഓക്കെ, it will not directly hand over to America. There is some intermediary there. Okay, in a transfer ചെയ്ത് then it will be coming to that particular locality registry, then it come to the B. Clear? സോ ഇതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഒരു ഫിഗർ കൊണ്ട് ഉദ്ദേശിച്ചത്. there are different there is a regional, ആ ഒരു ഏരിയയുടെ, then after that is a national. Clear? It's a national, like that is national is connecting, there is a registry is there. Clear? Okay, fine. ദെൻ ഒരു ഇൻ്റർനെറ്റിലുണ്ടാകുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നോർമൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ സാധാരണ നിങ്ങളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള PC ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഈതർനെറ്റ്, റൗട്ടർ. നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ പല ലാൻസുകൾ, അത് ഓരോ ലാൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? റൗട്ടർ. അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ റൗട്ടേഴ്സ് ആവശ്യമാണ്. ദിസ് ഈസ് ഓൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ദർ ഈസ് അനദർ ഓൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെ അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കും കൂടെ കണക്ട് ചെയ്യുമ്പോൾ അതെന്തായി? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ദെൻ ഇങ്ങനെയുള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് മെട്രോപൊളിറ്റൻ, ഇങ്ങനെയുള്ള മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് എന്തായി? ഇൻ്റർനെറ്റായി. ക്ലിയർ? ഫൈൻ. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രോട്ടോകോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്.